ഹായ് ഓൾ. സിലബസ് അക്കാഡമിയുടെ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ യൂലിയസിസ് എന്ന കവിതയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അത് എഴുതപ്പെട്ട ഏജിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അത് എഴുതിയ വിക്ടോറിയൻ ഏജിനെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ യൂലിയസിന്റെ എഴുത്തുകാരനായിട്ടുള്ള ആൽഫ്രഡ് ലോർഡ് ടെന്നിസനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. ആൽഫ്രഡ് ലോർഡ് ടെന്നിസനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കവിയെ വിക്ടോറിയൻ ഏജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കവിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ കാണിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ആണ്. കാരണം ആ ഒരു ഏജിന്റെ സ്പിരിറ്റ് ഏറെക്കുറെ ആ ഒരു ഏജിന്റെ കോമൺ സ്പിരിറ്റിനെ തന്റെ കവിതയിൽ റിഫ്ലക്ട് ചെയ്ത ഒരു കവിയാണ് ടെന്നിസൺ എന്ന് പറയുന്നത്. സോ ടെന്നിസൺ വാസ് ബോൺ ആസ് എ സൺ ഓഫ് എ ക്ലർജിമാൻ ഇൻ ലിങ്കൺഷയർ, ഇംഗ്ലണ്ട്. അദ്ദേഹം അദ്ദേഹം 1829 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം പോവുകയും എന്നാൽ ഒരു ഡിഗ്രി ലെഫ്റ്റ് വിത്തൗട്ട് ടേക്കിംഗ് എ ഡിഗ്രി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തി അദ്ദേഹത്തിലെ കവിയെ രൂപപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ആ സമയത്ത് ദ കേംബ്രിഡ്ജ് അപ്പോസിൽസ് എന്ന് പറയുന്ന ഒരു ഇന്റലക്ച്വൽ സൊസൈറ്റിയുടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ഇന്റലക്ച്വൽ സൊസൈറ്റിയുടെ ഭാഗമായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹത്തിലുള്ള കവിയെ രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. സോ ഹി വാസ് എ കൺവെൻഷണൽ മാൻ. അദ്ദേഹത്തിന്റെ കവിതയിലൂടെ ഒരിക്കലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യാതൊന്നിനെയും ചോദ്യം ചെയ്യുവാനായിട്ട് ശ്രമിച്ചില്ല. അദ്ദേഹം ആ സമയത്തുണ്ടായിരുന്ന എത്തിക്സിനെ, മൊറാലിറ്റിയെ, മൂല്യങ്ങളെ ഒക്കെ അദ്ദേഹം റെസ്പെക്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹം ഗ്ലോറിഫൈ ചെയ്യുകയും ആണ് പലപ്പോഴും അദ്ദേഹം ചെയ്തത്. ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി he won the Chancellor's Medal for his poem ടിംബക്ടു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ടിംബക്ടു എന്ന് പറയുന്നത്. വേർഡ്സ്വർത്തിന് ശേഷം 1850 ഇംഗ്ലണ്ടിന്റെ ബ്രിട്ടന്റെ പോയറ്റ് ലൊറേറ്റ് ആയിട്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പോയറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ അങ്ങനെ കൺസിഡർ ചെയ്യുകയുണ്ടായി. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടെന്നിസന്റെ പോയംസിനെ കുറിച്ചാണ്. ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ബ്രദർ ചാൾസ് ടെന്നിസനും കൂടെ പോയംസ് ബൈ ടു ബ്രദേഴ്സ് 1827 അദ്ദേഹത്തിന് 17 വയസ്സ് മാത്രമുള്ളപ്പോൾ ആ രണ്ട് ബ്രദേഴ്സും കൂടെ പബ്ലിഷ് ചെയ്ത വർക്കാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുള്ള വർക്കായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം 1829 അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ടിംബക്ടു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിത, അതും വളരെ ശ്രദ്ധിക്കപ്പെട്ട കവിതകളിൽ ഒന്നായിരുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം പബ്ലിഷ് ചെയ്ത കവിതകളുടെ സമാഹാരം എന്ന് പറയുന്നത് പോയംസ് ചീഫ്ലി ലിറിക്കൽ എന്ന് പറയുന്ന ഒരു കൃതിയാണ്. അതും അദ്ദേഹം കേംബ്രിഡ്ജിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് അതും എഴുതിയത്. അതിലാണ് ഇസബെൽ മാൻഡലിൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ചില കവിതകൾ ഈ ഒരു കളക്ഷൻ ഓഫ് പോയംസിലാണ് ഉള്ളത്. അതുപോലെ തന്നെ 1833 പോയംസ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി, കളക്ഷൻ ഓഫ് ഹിസ് പോയംസ്.
ഈ ഒരു പുസ്തകത്തോടു കൂടിയാണ് ടെനിസോണിയൻ വേ ഓഫ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അത് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു 1833 അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് പോയംസിലൂടെയാണ്. അതിലെ പോയംസ് ഇന്നും വളരെ വായിക്കപ്പെടുന്ന പോയംസ് ആണ്. ദ ലേഡി ഓഫ് ഷാലറ്റ്, ഒന്നേൻ, ദ ലോട്ടസ് ഈറ്റേഴ്സ്, ദ പാലസ് ഓഫ് ആർട്ട് എന്ന് പറയുന്ന ആഹ് ആ ആ കവിതകളൊക്കെ ഇന്നും വായിക്കപ്പെടുന്ന കവിതകളാണ്. 1833 ഈ ടെനിസന്റെ കവിതകള് അന്നത്തെ കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവികളൊക്കെ ആ, ഈ ഒരു ഈ ഒരു ഈ ഒരു യങ് റൈറ്ററിനെ, ടെനിസൺ എന്ന് പറയുന്ന യങ് റൈറ്ററിനെ ഈ ഒരു പോയറ്റിക് കളക്ഷനോടുകൂടി ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും അധികം അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്ത കവികൾ, ശ്രദ്ധിച്ച കവികളിലൊന്ന് സാക്ഷാൽ സാമുവൽ കോൾറിഡ്ജ് തന്നെയാണ്. അതിനുശേഷം ഉള്ള അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് 1842 പബ്ലിഷ് ചെയ്ത ടു വോളിയൂംസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത, അദ്ദേഹത്തെ ഒരു വൺ അമംഗ് ദി ഗ്രേറ്റസ്റ്റ് പോയ്റ്റ്സ് ഓഫ് ഹിസ് ഏജ് ആയിട്ട് അദ്ദേഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ടു വോളിയൂംസ് ഓഫ് പോയട്രി 1842 പബ്ലിഷ് ചെയ്ത കൃതിയാണ്. 1833 അദ്ദേഹം പബ്ലിഷ് ചെയ്ത കവിതകൾ, ആ പബ്ലിഷ് ചെയ്ത കവിതകളും ഇൻക്ലൂഡ് ചെയ്തു. അതുപോലെ തന്നെ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ എൻറ്റയർലി ന്യൂ പോയംസ് ആണ് അദ്ദേഹം അതിൽ ചേർത്തത്. മോട്ടഡി ആദർ, അതുപോലെ ല്യൂലിയസിസ്, ലോക്സ്ലെ ഹാൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എക്കാലത്തും പ്രശസ്തമായി തീർന്ന കവിതകള് ഈ വോളിയത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഈ കൃതി ആസ് എ പോയറ്റ് ടെനിസനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ ഒരു കൃതിയുടെ പബ്ലിക്കേഷനോടുകൂടിയാണ്. അതിനുശേഷം ടെനിസന്റെ ചെറു കവിതകൾക്ക് പകരം മച്ച് ലോങ്ങർ പോയംസ് ആണ് പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ കരിയറിൽ വന്ന ഒരു ഷിഫ്റ്റ് ആണ്. ഇതിനുശേഷം വലിയ കവിതകളാണ് അദ്ദേഹം എഴുതുവാനായിട്ട് ശ്രമിച്ചത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്നാണ് ദ പ്രിൻസസ് എന്ന് പറയുന്ന കവിത. 1847 പബ്ലിഷ് ചെയ്ത 1847 പബ്ലിഷ് ചെയ്ത പ്രിൻസസ് എന്നുള്ള കവിത എ സീരിയോ കോമിക് പോയം റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയ ഒരു കോമിക് പോയമാണ്. ഈ ഒരു കാലഘട്ടത്തില് വളരെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു തീമാണ് അദ്ദേഹം ഈ ഒരു ദ പ്രിൻസസ് എന്നുള്ള പോയത്തില് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ദ ന്യൂ വുമൺ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ആ കാലഘട്ടത്തില് വിദ്യാഭ്യാസം നേടിയ, അതുപോലെ സമൂഹത്തിലെ റെപ്രസെന്റേഷൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ ഒരു മൂവ്മെന്റിനെയാണ് ദ ന്യൂ വുമൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹം ഈ ഒരു കവിത, ഈ ഒരു ലോങ് പോയം എഴുതുന്നത്. In this poem, Tennyson imagines a ladies' academy, the rebellious intellectual princess Ida at the head of it. It ends well, for the princess is married to the blameless hero. അതങ്ങനെയാണ് അവസാനിക്കുന്നത്. ആ പ്രിൻസസിന്റെ ആഗ്രഹം ഒരു 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 ഹീറോയിലേക്ക് വരികയും ഒരു പുരുഷനിലേക്ക് വരികയും അങ്ങനെ ആ ഒരു നല്ല കവിത, ആ ഒരു അതെ അവരൊരു ഒരു ഒരു പുരുഷന് സബ്മിസീവ് ആയിരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് എൻഡ് ചെയ്യുന്നത്. ലൈക്ക് എൻ ഗുഡ് എൻഡിങ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിയുന്നത് 1850 പബ്ലിഷ് ചെയ്ത ഇൻ മെമ്മോറിയം എന്നുള്ള ടെനിസന്റെ വർക്കാണ്. ടെനിസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഇൻ മെമ്മോറിയം ആണ്. 1850 പബ്ലിഷ് ചെയ്ത അതിന്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇൻ മെമ്മോറിയം എ ഡബിൾ എച്ച്. അദ്ദേഹത്തിന്റെ ഇതൊരു എലിജിയാണ്, ഒരു വിലാപ കാവ്യമാണ്. ടെനിസന്റെ കോളേജിലെ ഫ്രണ്ട് ആയിട്ടുള്ള ആർതർ ഹെൻറി ഹോളം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഒരു അദ്ദേഹത്തിന്റെ മരണത്തെ
ഒരു മരണത്തിന് അദ്ദേഹത്തിന്റെ മരണത്തെയാണ് പ്രധാനമായിട്ട് ഈ കൃതിയിൽ ടെനിസൺ ഡിസ്കസ് ചെയ്യുന്നത്. ലോങ് സീരീസ് ഓഫ് മെഡിറ്റേഷൻസ് അപ്പോൺ ഡെത്ത്. ഹെൻറി ആർതർ ഹെൻറി ഹോളം അദ്ദേഹത്തിന്റെ മരണമാണ് ഈ കൃതിക്ക് കാരണമെങ്കിലും വളരെ ഫിലോസഫിക്കൽ ആയിട്ട് മരണത്തെ ഡിസ്കസ് ചെയ്യുന്ന ഒരു 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 കവിതയാണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്നത്. The meter of the poem, now called in memoriam meter, four-line stanza iambic tetrameter. അത് വളരെ റെയർ ആയിട്ടാണ് ഇംഗ്ലീഷ് കവിതകളിൽ കാണാനായിട്ട് സാധിക്കുന്ന ഈ മീറ്റർ. അതുകൊണ്ട് തന്നെ ഇത് ഇൻ മെമ്മോറിയം മീറ്റർ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇത് ഈ ഒരു കൃതി ഈ ഒരു കൃതി മരണത്തെക്കുറിച്ചുള്ള മെഡിറ്റേഷൻസ് ആയിരിക്കുന്ന പോലെ തന്നെ ആ ഒരു റിലീജിയൻ, സയൻസ്, ആ കാലഘട്ടത്തിലുള്ള കോൺഫ്ലിക്ട്സും പല ടെൻഷൻസും ഈ ഒരു കൃതിയിൽ ഒരു ഇൻഡിവിജ്വൽ കടന്നു പോകുന്ന പല ടെൻഷൻസിനെയും ഈ കൃതിയിൽ റിഫ്ലക്ട് ചെയ്യുവാനായിട്ട് ടെനിസൺ ശ്രമിക്കുന്നുണ്ട്. ക്യൂൻ വിക്ടോറിയയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പോയം ആയിരുന്നു ഇൻ മെമ്മോറിയം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും കാലഘട്ടത്തിൽ പ്രശസ്തമായി തീർന്നത്. ക്യൂൻ വിക്ടോറിയ, ദ ഫേവറേറ്റ് പോയം ഓഫ് ക്യൂൻ വിക്ടോറിയ. സോ അതില് 133 കാൻഡോസ് ആണ്. ഇറ്റ് ക്യാൻ ബി ദിസ് പോയം ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 133 കാൻഡോസ് ഇൻക്ലൂഡിങ് എ പ്രൊലോഗ് ആൻഡ് എപ്പിലോഗ്. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് കോട്ട് ചെയ്യുന്ന ഒരു ലൈൻസ് ആണ് In hold it true, whatever before, I feel it when I sorrow most. It is better to have loved and lost than never to have loved at all. ഈ ഒരു പോയത്തിലെ ഏറ്റവും വെൽ കോട്ടഡ്, ഫ്രീക്വന്റ്ലി കോട്ടഡ് ലൈൻസ് ആണ് ഇത്. അതുപോലെ തന്നെ ഇൻ മെമ്മോറിയം എന്ന് പറയുന്നത് ടെനിസന്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് കൂടിയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള ലോങ് പോയം ആണ് മൗഡ് ആൻഡ് അതർ പോയംസ്. 1853-55 പബ്ലിഷ് ചെയ്ത വർക്കാണിത്, മൗഡ് ആൻഡ് അതർ പോയംസ്. ഇത് ഒരു ചീഫ് പോയം ഇൻ കളക്ഷൻ, സബ് ടൈറ്റിൽ ആസ് എ മോണോഡ്രാമ. മൗഡ് എന്ന് പറയുന്ന ആ ഒരു വർക്കാണ്, പോയമാണ് ഇതിലെ ഈ ഒരു കളക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. അതിന് സബ് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് എ മോണോഡ്രാമ എന്നാണ്. Combines 27 lyric poems into a single dramatic monologue, the last of Tennyson's major comedies. It consists of a series of lyrics which reflect the love and hatred, the hope and despair of a lover who slays his mistress brother, and then flies broken to France. ഈ മൗഡ് എന്നുള്ള പോയം ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയം. അതിന്റെ ഒരു ചെറിയ ഷോർട്ട് സമ്മറിയാണ് ഇപ്പോൾ കണ്ടത്. അടുത്തതായിട്ടുള്ള ടെനിസന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ഐഡിൽസ് ഓഫ് ദ കിങ്. 1859 മുതൽ 1885 വരെ ഒരു ലോങ് പീരീഡിൽ അദ്ദേഹം എഴുതിയ കവിതകളാണ് ഐഡിൽസ് ഓഫ് ദ കിങ് എന്ന് പറയുന്നത്. സൈക്കിൾ ഓഫ് 12 narrative poems in blank verse, published over 26 years as in series in 1859, 1869, and 1885. Tales of King Arthur and the Round Table. കിങ് ആർതർ ആൻഡ് ദ റൗണ്ട് ടേബിൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലുള്ള ഒരു മിത്തിക്കൽ ഫോക്ലോർ ഫിഗർ ആണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ കഥയെ അധികരിച്ച് ആ കവിതയെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് 1485 സർ തോമസ് മാലറി ലെ മോട്ടെ ഡി ആർതർ, ദ ഡെത്ത് ഓഫ് ആർതർ എന്നുള്ള ലാറ്റിൻ കൃതി പബ്ലിഷ് ചെയ്യുകയുണ്ടായി. 15th സെഞ്ചുറിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് മാലറിയുടെ ഈ ലെ മോട്ടെ ആർതർ എന്ന് പറയുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ടെനിസൺ ഈ ഒരു കളക്ഷൻ ഓഫ് പോയംസ് എഴുതുന്നത്. 1833 ടെനിസൺ ആദ്യമായിട്ട് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു എപ്പിക്, കിങ് ആർതറിനെ കുറിച്ചുള്ള എപ്പിക് എഴുതുമെന്നുള്ളത് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത്
ഈ ഒരു 1833 1833 ബൈ 1838 he had completed one of the 12 books entitled Morte d'Arthur, which chronicled the king's death. അത് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദ ഡെത്ത് ഓഫ് ആദർ, ലേ മോർട്ടെ ഡി ആദർ എന്ന് പറയുന്ന തോമസ് മാലറിയുടെ വർക്കിനാണ്. ഫ്രം ആദേഴ്സ് കമ്മിങ് ടു പവർ ടു ഹിസ് ഡെത്ത് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മോർഡർ ദ ട്രൈറ്റർ. കിങ് ആദറിന്റെ കംപ്ലീറ്റ് ലൈഫാണ് ടെനിസൺ ഈ ഒരു കൃതിയിൽ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു കൃതിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് ഈവൻ മിൽട്ടൺ വരെ അറ്റംപ്റ്റ് ചെയ്തൊരു തീമാണ് ഈ ഒരു കിങ് ആർതറിന്റെ ഈ ഒരു തീമിനെ, ഈ ഒരു കഥയെ അധികരിച്ച് കവിത എഴുതുന്ന മിൽട്ടൺ വരെ തീരുമാനിക്കുകയും പിന്നെ അബാൻഡൻ ചെയ്യുകയും ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ് ടെൻസൺ എടുത്ത് അതൊരു കവിതയാക്കിയത്. ആ രീതിയിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇത്. ഇനോക്ക് ഏർഡൻ അത് 1864 റിലീസ് ചെയ്ത ഒരു പോയമാണിത്, ഈനോക്ക് ഏർഡൻ എന്ന് പറയുന്നത്. ടെനിസന്റെ കൃതികളിലെ അവസാനത്തെ ലെങ്ത്, only other poem of any length, ഒരു വലിയ കവിത, അവസാനത്തെ വലിയ കവിതയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കൃതിയാണ് ഈനോക്ക് ഏർഡൻ എന്ന് പറയുന്ന ഈ കൃതി. ഇത് അദ്ദേഹത്തിന്റെ കവിതകളിലെ വളരെ പ്രധാനമായിട്ട് ഫേമസ് ആയിട്ടുള്ള കവിതകളിൽ ഒന്നാണ്. ആൻഡ് ദ സ്റ്റോറി ഓൺ വിച്ച് ഇറ്റ് വാസ് ബേസ്ഡ് വാസ് പ്രൊവൈഡഡ് ടു ടെനിസൺ ബൈ തോമസ് വൂൾണർ, വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്. തോമസ് വൂൾണർ എന്ന് പറയുന്ന ഒരു പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റിലുള്ള ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു കൃതിയുടെ കഥയെ കുറിച്ച് ആദ്യമായിട്ട് ടെനിസനോട് പറയുന്നത്. The plot deals with a seaman named Enoch Arden who leaves his wife Annie and 3 children to go to sea, supposedly drowned, who returns and finds his wife happily married to his childhood friend. Regretfully retires without making himself known and dies of a broken heart. ഈ ഒരു കൃതിയുടെ ഒരു ജിസ്റ്റാണ് നമ്മൾ കണ്ടത്, ഈനോക്ക് ഏർഡൻ എന്ന് പറയുന്ന ഈ ഒരു വർക്കിന്റെ. അതുപോലെ തന്നെ ലാസ്റ്റ് പോയംസ്, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് പോയംസ് ഒന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 1889 അദ്ദേഹം എഴുതിയ ക്രോസിംഗ് ദ ബാർ, ആസ് എൻ എലിജി ആന്റിസിപ്പേറ്റിംഗ് ഹിസ് ഓൺ ഡെത്ത്. രണ്ടാമതായിട്ട് അക്ബേഴ്സ് ഡ്രീം 1892 എഴുതിയ വർക്കാണത്, എ ട്രിബ്യൂട്ട് ടു ദ എൻലൈറ്റൻഡ് ഹ്യൂമനിസ്റ്റിക് റൂൾ ഓഫ് മുഗൾ എംപറർ അക്ബർ. അതുപോലെ ദ ഡ്രീമർ 1892 അദ്ദേഹം 1892 തന്നെ ടെനിസൺ മരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് പോയമാണ് ദ ഡ്രീമർ എന്ന് പറയുന്നത്, എക്സ്പ്രസിംഗ് ദ ഹോപ്പ് ഓഫ് എ ഫ്യൂച്ചർ ഗോൾഡൻ ഏജ്. ഈ ഒരു സെഷനിൽ നമ്മൾ ടെനിസന്റെ കവിതകളാണ് കണ്ടത്. ടെനിസൺ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതകൾ മാത്രമാണ് ടൈം കൺസ്ട്രെയിൻ മൂലം നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കവിതകൾ മാത്രമാണ് ചിന്തിച്ചത്. ഇതിന് ശേഷമുള്ള തേർഡ് പാർട്ടിൽ നമ്മൾ യൂലിയസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫോർ നൗ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ.